സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കിഡിലിൻ ഓപ്പോണ്ടാണ്. നമ്മുടെ ഡിവിഷൻ മാച്ചിൽ വന്നപ്പോൾ ഡിവിഷൻ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ ഡിവിഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്ന സംഭവം. വേറെ നല്ല ഒരു കിഡിലായിട്ടുള്ള നമ്മുടെ റൊണാൾഡോയുടെ ഷോർട്ട് ടൈമിൽ ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ ഒരു കിഡിലൻ കംബാക്ക്, അതുപോലെ തന്നെ ഈ എച്ചാതി ഗോളി ഓപ്പോണ്ട് ഗോളി ആയാലും പിന്നെ ഫൗൾ ആയാലും ഗൈസ് നിങ്ങൾക്ക് എന്തായാലും കാണുമ്പോൾ ത്രില്ലാവും. കിഡിലൻ കംബാക്ക് ആണ്. ഗോളോസൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ഒപ്പോണന്റ് വരെ ഇറങ്ങിപ്പോയി ഒരു മാച്ചായിരുന്നു നമ്മുടെ മാച്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ് ചെയ്യേണ്ടി കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഉഷാറാക്കണം മച്ചാമാരെ. അപ്പോൾ നിങ്ങൾ വേൾഡ് കപ്പിൽ മച്ചാമാരെ അപ്പോൾ നമുക്ക് എന്തായാലും ഡിവിഷൻ മാച്ച് എങ്ങനെ ഉണ്ടാവും നോക്കി ഗൈസ്. അപ്പോൾ ഓപ്പോണിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മുടെ ഓപ്പോണിന്റെ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതാണ് നമ്മുടെ ഓപ്പോണന്റ് ബാർസലോണ പോർച്ചുഗൽ. അപ്പോൾ ഗൈസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഡിവിഷൻ 3 കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ് നിങ്ങളൊക്കെ ഇപ്പോൾ എവിടെ കളിക്കുന്നത് ജസ്റ്റ് കമന്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് മാറ്റിയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒപ്പോണന്റ് ജേഴ്സിയും കാര്യങ്ങളൊക്കെ. ഞാൻ എന്തായാലും ഗൈസ് നമ്മുടെ കസ്റ്റം സ്റ്റേഡിയം 2 ഇടുന്നത്. ബോള് നമുക്ക് മാറ്റി നമ്മുടെ ട്രിയോണ്ട് ഇടാം ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് നോക്കിയൊക്കെ എങ്ങനെ ഉണ്ടാവും മാച്ച്. നമ്മുടെ വൈഫൈ കണക്ഷൻ ഒക്കെ അത്യാവശ്യം എല്ലാം ഉണ്ട്, അതുകൊണ്ട് സീനില്ല ഗൈസ്. ഓൾറെഡി ബാർസേന്റെ ആ ചെയ്തില്ല ജേഴ്സി, അത് ആ റെഡ് ആൻഡ് വൈറ്റ് ജേഴ്സി വന്നില്ല ഗൈസ്. ഇതാണ് നമ്മുടെ ഇത്. അപ്പൊ ഗൈസ് ഇതിലൊരു വെറൈറ്റി ഉണ്ട്. നമ്മുടെ ഒപ്പോണിന്റെ എന്തായാലും റൊണാൾഡോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ റൈഗാർഡിനെ ഇറക്കിയതിന് ശേഷം നമ്മുടെ കക്കയുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ കക്കേനെ കഫുവിനെ ഇട്ടിട്ടുണ്ട്, നമ്മുടെ പഴയ കഫു. അപ്പൊ എന്തായാലും സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും റൊണാൾഡോന്റെ ഒരു ഇത് കാണാൻ നമുക്ക് എങ്ങനെ ഉണ്ടാവും ഈ ഒരു മാച്ച് നോക്കി നോക്കാം. അപ്പൊ ഫസ്റ്റ് ടച്ച് നമുക്കാണ് ഗൈസ്, നമ്മുടെ ഡെഷാംസ് വേഴ്സസ് ഗട്ടൂസോ മാനേജറാണ് പോർച്ചുഗൽ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കിയ ഒരു എങ്ങനെ ഉണ്ടാവും നമ്മുടെ എന്താ പറയാ റൊണാൾഡോന്റെ ഷോർട്ട് ടൈമിന്റെ. കാരണം അത്യാവശ്യം നല്ല കാർഡാന്ന് കേട്ട ഗൈസ് നമ്മുടെ ഇതിൽ വന്നത്. റൈഗാർഡ് ടു നമ്മുടെ ജെറാഡ് ടു സുര, മെസ്സി, കക്ക ഗൈസ്. കക്ക AMF ഇട്ടാട്ടെ ഞാൻ കളിപ്പിക്കുന്നത്. ഓക്കെ ജെറാഡ്, ഓക്കെ ജെറാഡ് പനോസി എടുത്തു ഗൈസ്. റൈഗാർഡ്, ഡിബ്രൂണി, നമ്മുടെ റൊണാൾഡോ, ന്യൂനസ് ഗൈസ്. ഓൾറെഡി ഇവര് നമ്മുടെ 2CF കോമ്പയാണ് മച്ചാൻ യൂസ് ചെയ്യുന്നത്. ഒന്നാമത് ഈ ഷോപ്പിലുള്ള ന്യൂനസ് കിടിലൻ കാർഡാണ്. പിന്നെ പോരാത്തിന് നമ്മുടെ റൊണാൾഡോയും, പിന്നെ നമ്മുടെ അടുത്ത് റൊണാൾഡോ ഉണ്ട് കേട്ടോ ഗൈസ്, പോർച്ചുഗൽ കാർഡ്. അപ്പൊ ഇതിൽ ഏതാ നല്ലത് നമുക്ക് നോക്കാം ഗൈസ്. ഡ്രിബിളിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എടുത്തു കിമ്മിച്ച് റൈഗാർഡ് ഗൈസ്. ഈ റൈഗാർഡ് കിടിലൻ കാർഡ്, അതുകൊണ്ട് സുര ഗൈസ്. ഓൾറെഡി സുര നമ്മുടെ എനിക്ക് തോന്നുന്നു ചെറിയ നെറ്റ് ഇഷ്യൂ ഉണ്ട്. ഓക്കെ ഗൈസ് കിട്ടിയിട്ടുണ്ട്. മെസ്സി ഒരു ചാൻസ് ഉണ്ട്. ഡിബ്രൂണി ഗൈസ് കാല് വെച്ച് വീഴ്ത്തി. ഫ്രീ കിക്ക് ആയിരിക്കും മിക്കവാറും ഗൈസ്. കുറെ ഈ ഫ്രീ കിക്ക് അടിച്ചിട്ട്, അതുകൊണ്ട് പണിയാവുമെന്ന് അറിയില്ല. എന്നാലും ചില സമയത്തൊക്കെ പെട്ടെന്ന് കയറും. ബോക്സിന്റെ തൊട്ടടുത്താണ് ഗൈസ്, പെനാൽറ്റി ബോക്സിന്റെ അടുത്താണ്. നോക്കട്ടെ ഇത് പവറായിട്ട് കയറുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇവന്മാർ തലയ്ക്ക് തന്നെ കെട്ടാൻ ചാൻസ് ഉണ്ട്. തട്ടി പോയി ഗൈസ്, കുഴപ്പമില്ല, നമുക്ക് പിടിക്കാം. സുര ടു ജെറാഡ്, നമ്മുടെ കിട്ടി സുര, മെസ്സി, പനോസി, ജെറാഡ്, ന്യൂനസ് ഗൈസ്. ഓൾറെഡി അവർക്ക് ഓപ്പൺ ചാൻസുകൾ കുറെ വരുന്നുണ്ട് നമ്മുടെ ഡിഫൻസ് ഇതാകുമ്പോൾ. റോബർട്ടോ കാർലോസ് പക്ഷെ പെട്ടെന്ന് എല്ലാവരും ഓടിയെടുക്കുന്ന ഒരു സീനില്ല. സുര ടു നമ്മുടെ ജെറാഡ് ഗൈസ്. ജെറാഡും ഡിബ്രൂണി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കക്ക, ജെറാഡ്, ഓക്കെ സുര ഒരു ചാൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ സുര പോട്ടെ ജെറാഡ് ഡബിൾ ടച്ച് പോട്ടെ, അടിച്ചോ ഗൈസ്. അപ്പൊ എന്തായാലും ഫസ്റ്റ് ഒരു ഗോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ജെറാഡിനെ വെച്ചിട്ട് സുരേന്റെ അസിസ്റ്റ് ആയിരുന്നു. കിടിലൻ മാച്ച് ആയിരുന്നു എന്തായാലും, അല്ല കിടിലൻ ഗോളായിരുന്നു ഗൈസ്. പക്ഷെ ഒരു ഗോൾ നമുക്ക് ലീഡ് വെക്കാൻ പറ്റില്ല, കാരണം എപ്പോഴും അടി വരികയെന്ന് അറിയില്ല. റൈഗാർഡ് ടു പനോസി, പിന്നെ ജെറാഡ്. ഇവര് പൊസിഷൻ ഗെയിമുകാരാണല്ലോ അല്ലെ, വെറുതെ അല്ല. ജെറാഡ് അല്ല കറക്റ്റ് ബോൾ ഇങ്ങനെ കൗണ്ടർ ചെയ്ത് കയറ്റി കളിക്കുന്നേ. ജെറാഡ്, നമ്മുടെ സുര, ഓക്കെ കക്ക ഒരു ചാൻസ് ഉണ്ട് ഇവിടെ. കിട്ടിയില്ല ഗൈസ്, കറക്റ്റ് ടൈമിൽ ത്രൂ കൊടുക്കാൻ പോയില്ല. അയ്യോ റൊണാൾഡോ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കറക്കി കളിച്ചോണ്ടിരുന്നാലേ പണിയാണ്. ന്യൂനസിന്റെ അടുത്തേക്ക് സുര, പനോസി, ഡിബ്രോണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. വീണ്ടും കക്ക പോയില്ല. കിമിച്ച്, റൈഗാർഡ്, സുര കിട്ടിയിട്ടുണ്ട് ഗൈസ്. വീണ്ടും സുര ടു അക്കാൻസിന് കുറച്ചേരം വെട്ടിച്ച് കളിച്ചത് ഗൈസ്. ഗൈസ് എനിക്ക് എന്തായാലും നമ്മുടെ ഷോർട്ട് ടൈം ഡയസ് ഇല്ലേ, അത് രണ്ടും കിട്ടിയില്ല. ഞാൻ ലൈവില് വന്ന ടൈമിൽ കറക്കി ഒരു ചാൻസ് ഉണ്ട് മച്ചാൻ വരെ. അതാണ് നടന്നത്. ഞാൻ ഇട്ട ട്രിക്ക് അവൻ മനസ്സിലായി. ബാക്ക് അടിച്ചിട്ട് അടിക്കാനുള്ള ഗോൾ പരിപാടി ആയിരിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ കിമ്മിച്ചിനെ കൊണ്ട് എടുപ്പിച്ചു. റോബർട്ട്സൺ, പിന്നെ മച്ചാമാരുടെ ഓൾറെഡി ഷോർട്ട് ടൈം കാർഡൊക്കെ ഇന്നലെ നിങ്ങൾക്ക് വന്നതിൽ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് കമന്റ് ചെയ്യാം. എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എന്തായാലും അതും നമുക്ക് നമ്മുടെ ചാനലിൽ എല്ലാ കാർഡിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ നടത്തണം. കിട്ടുന്നതിനനുസരിച്ച് ജെറാഡ് ഓക്കെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. കക്ക
ഓക്കെ സുര എടാ അത് കറക്റ്റ് കിട്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ ഒലിവർഖാൻ ആയതുകൊണ്ട് കയറി ഒന്ന് എടുത്തും ചെയ്തു. നമ്മുടെ ഒലിവർഖാൻ അവരുടെ ഒലിവർഖാനാണ്, റൊണാൾഡോയിലേക്കാണ്. പിന്നെ അവിടെ ആ ഒരു ചാൻസ് ന്യൂനസിനെ കൊടുക്കരുത്, ബെക്കംബർ എടുത്ത് കളിച്ചു ഗൈസ്. അപ്പൊ എന്തായാലും ഹാഫ് ടൈം ആയിട്ടുണ്ട്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു ഗോളാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. ഷോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ 2 ഷോട്ട്, പിന്നെ അത്യാവശ്യം എല്ലാം ഉണ്ട്. ഗെയിം പ്ലാൻ നമുക്ക് ഇനി ഓവൻ ഇറക്കിയിട്ട് ഞാൻ ഒപ്പോണന്റ് വേണ്ടി വെയിറ്റ് ചെയ്യണം ഗൈസ്. അപ്പോ ഹാഫ് ടൈമിന് ശേഷം എന്തൊക്കെ നടക്കും നമുക്ക് നോക്കി വെക്കാം. നമ്മുടെ റൊണാൾഡോ റൈഗാർഡ് ഗൈസ്, ഈ റൈഗാർഡ് വെറുത്തായിട്ടുള്ള കാർഡാണ് കേട്ടോ, കിടിലൻ കാർഡാണ്. നമ്മുടെ ആങ്കർമാൻ നമുക്ക് നല്ല രീതിക്ക് പോസ്റ്റ് ഇടുന്ന പോലെ കളിക്കാൻ പറ്റിയ കാർഡ്. കക്ക, മെസ്സി, ഓവൻ. ഞാൻ ഓവൻ ഇറക്കി കേട്ടോ ഗൈസ്, സൂപ്പർ സബ് അല്ലേ. കിമ്മിച്ച് കിട്ടിയില്ല, ആർപ്പി കിമ്മിച്ചിന് ഇട്ടാൽ ചെയ്യുന്നല്ലേ. ബനൗസി ഗൈസ്. അപ്പൊ ത്രൂ പോയിട്ടുണ്ട്, ത്രൂ കിട്ടിയിട്ടുണ്ട്. ഞാനാണ് ഗൈസ് ആ പടക്കം പൊട്ടുന്ന സെലിബ്രേഷൻ ഒന്നും മേടിച്ചില്ല, 100 കോയിനൊക്കെ ഉണ്ടായിരുന്നില്ല. അതൊക്കെ അന്നേരം മേടിച്ചാൽ മതിയായിരുന്നു, കാരണം കോയിൻ ഇല്ലാത്തതുകൊണ്ട്. അല്ല, അന്നേരം കോയിൻ കൂട്ടി വെച്ചിട്ട് അതാ. എടാ ഗൈസ് നല്ലൊരു ചാൻസ് ആയിരുന്നു അത്. അപ്പൊ തന്നെ ആരോ വന്ന് കാലും വലിച്ചിട്ടു. മച്ചാമാരിടാ മെസ്സി വീണോ? മെസ്സിനെ വീഴ്ത്തി ആണ്ട കിടക്കുന്ന ഗൈസ്. അക്കാജിക്ക് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ആ കാല് വെച്ച് പെനാൽറ്റി അല്ല ഗൈസ്, വീണ്ടും ഫ്രീ കിക്ക്. അതെന്താ അറിയോ, നമ്മുടെ മെസ്സിനെ വെച്ച് ഫ്രീ കിക്ക് അടിച്ചാൽ കയറുമായിരിക്കും. പക്ഷേ റോബർട്ടോ കാർലോസ് ഇതിന് കുറച്ച് ഇതുണ്ട് ഗൈസ്, ഇങ്ങനെ വെച്ച് അടിച്ചു നോക്കാം. ഇത് കയറുമെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ, ശരിടാ എന്റെ ഫ്രീ ഗൈസ്. നമുക്ക് ചാൻസ് ഉണ്ട്. കക്കാറ്റു ജെറാഡ്, ഓക്കെ ജെറാഡ്. എടാ എന്നാൽ അതെങ്ങനെയാ പോയത്? ഇവരുടെ നമ്മുടെ ആ 2 പേരും ജെറാഡ് ഒന്ന് തന്നെയല്ലേ. കക്ക എടാ അത് അങ്ങോട്ട് കൊടുക്കണ്ടായിരുന്നു. ഡിബ്രോണി പോകുന്നുണ്ട്, പിടി. റൊണാൾഡോ ഗൈസ്, റൊണാൾഡോയ്ക്ക് ഒരു ചാൻസിലേക്ക് നമ്മുടെ കിട്ടിയില്ല. ന്യൂനസ് ആണ് ബോൾ വന്ന് പെട്ടെന്ന് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഗൈസ്. കക്ക ഒരു ചാൻസ്, നല്ല ചാൻസ് ആയിരുന്നു മച്ചന്മാരെ. റൈഗാർഡ്, കക്ക, മെസ്സി, കക്ക ഒരു മെല്ലിയാണ് മച്ചന്മാരെ പോകാതാ. വീണ്ടും ഫൗള്. ഇവന്മാര് ഫുള്ള് ഫൗളാണ്. ഒരു റെഡ് കാർഡ് പോയി, 2 യെല്ലോ കാർഡായിപ്പോ. അടുത്ത ഹെൻഡേഴ്സൺ ആണ് തോന്നുന്നു മച്ചന്മാരുടെ യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം കൂടെ കിട്ടി, അതും റെഡ് ആവും ഗൈസ്. അപ്പോ റോബർട്ടോ കാർലോസിനെ വെച്ച് നമുക്ക് അടിക്കാം ഗൈസ്. ഫ്രീ കിക്ക് ഒന്നും അല്ല, ഞാൻ ഇങ്ങനെ കൊടുക്കുക, കാരണം ഇങ്ങനെ കൊടുക്കുമ്പോൾ സാധാരണ നമുക്ക് ചിലപ്പോൾ ചാൻസ് കിട്ടും. അതുകൊണ്ട് കഫു ഒരു ചാൻസ് ഉണ്ട് മച്ചന്മാരെ. ഓവൻ അടിച്ചോ? എന്റെ പൊന്നു ഗൈസ്, ഇത് എന്താ ഇത്? ഒലിവർഖാനെ സ്ട്രൈറ്റ് അടിച്ചോണ്ടാണ്, കുറച്ച് താത്തി അടിച്ചാൽ മതിയായിരുന്നു. ഗൈസ് ഒപ്പോണന്റ് മാറ്റുന്നുണ്ട് തോന്നുന്നു ഗൈസ്. എന്നാലും അത് ലേശം താത്തി അടിച്ചാൽ, പക്ഷെ അത് പറയാൻ പറ്റില്ല ഗൈസ്. ഈ ഒലിവർഖാൻ ഇച്ചിരി സീനായി ഇപ്പൊ ഗൈസ്. അപ്പൊ നമ്മൾ ചെയ്തിട്ടുണ്ട് റോബർട്ട്. അല്ല എടാ ഓവന് കിട്ടിയില്ല ഗൈസ്. അതെന്താണെന്നറിയോ, കറക്റ്റ് ടൈമിൽ പോയി. നമുക്ക് റൊണാൾഡോ അവിടെ വെച്ചാൽ മതിയായിരുന്നു അല്ലേ ഗൈസ്. അവരും ഏതൊക്കെയോ ആൾക്കാരെ ഇറക്കിയിട്ടുണ്ട്. മെസ്സി ഇറക്കിയിട്ടുണ്ട്, റൊണാൾഡോനെ മാറ്റിയിട്ട് ബാറ്റിന് ഇറക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഈ ഒരു കിടിലൻ കളി കാണാം. മെസ്സി ഓക്കെ, ഒരു കറവടിച്ചോ, അത് പോയി. ജെറാഡ് ഡൈഫ് എടുത്തിട്ടുണ്ട്. നമ്മുടെ മിനിറ്റ് ആയിരുന്നു കിമ്മിച്ച്. റൈഗാർഡ്, ജെറാഡ്, പിന്നെ ബാറ്റി. റൈഗാർഡ് എടുത്തിട്ടുണ്ട്, വീണ്ടും കിമ്മിച്ച്. നമ്മുടെ ഗ്രീസ്മാൻ ഞാൻ സൂപ്പർ സബ് അല്ലേ ഗൈസ്, അതാട്ടോ ഇറക്കിയ ഗ്രീസ്മാൻ. കുറച്ചായിരുന്നു നമുക്ക് വട്ടം കറക്കിയിടാം. മെസ്സി ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അടിക്കാം. ഓക്കെ ഗ്രീസ്മാൻ എടുത്തടിച്ചോ, ഡബിൾ ടച്ച്. എടാ അത് നടന്നില്ല. പക്ഷേ ഇച്ചിരി പവറായിട്ട് കൂടി അടിച്ചാൽ ഡബിൾ ടച്ച് നടന്നു, പക്ഷെ ഗോൾ നടന്നില്ല. നല്ല ചാൻസ് ആയിരുന്നു, മിസ്സായിപ്പോയി. കിമ്മിച്ച് വീണ്ടും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗ്രീസ്മാൻ, മെസ്സി, വീണ്ടും ഒരു ചാൻസ് ഉണ്ട്. കിമ്മിച്ച് അടിച്ചോ? എന്റെ പൊന്നു ഗൈസ്, ഇത് എത്ര ഒലിവർഖാൻ പോലും അടിച്ച് കേറുന്നില്ലല്ലോ ഗൈസ്. അതെന്താ വെച്ചാൽ എനിക്ക് കറക്റ്റ് അവിടേക്ക് ആ അടിച്ചത് മൊത്തം ഇവര് സൈഡിലേക്ക് അടിച്ചാൽ മതി. വെറുതെ അത് വലിച്ചല്ലോ വെച്ച് അടിച്ച ഗൈസ്. ഇനി ഇങ്ങനെ അടിച്ചു നോക്കാം, ഇതിനെന്തായാലും കയറുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. നോക്കട്ടെ, ഇത് ഏറ്റിട്ടുണ്ടോ റോബർട്ട്സൺ ഗൈസ്? അതും അടുത്ത കോർണർക്ക് കിട്ടിയിട്ടുണ്ട്. ഒലിവർഖാൻ എങ്ങനെ അടിച്ചാൽ അടിക്കാനുള്ള ഗൈസ്. ഡെന്നിസ് ലോനൊക്കെ സബ് ആയിട്ടുണ്ട് കേട്ടോ മച്ചാൻ. ഓട്ടോമാറ്റിക് ആയിട്ട് ഗൈസ് ഇങ്ങനെ ഒരെണ്ണം വെച്ച് നോക്കാം. കുറെ ഇങ്ങനെയൊക്കെ അടിച്ചിട്ട് ഓക്കെ. ആ ട്രിക്ക് നടന്നില്ല ഗൈസ്. ട്രിക്ക് അവന്മാർക്ക് പിടുത്തം കിട്ടുന്നത്. അയ്യോ മെസ്സി പോകുന്നുണ്ട്, പിടി. എടാ മെസ്സി പോകുന്നുണ്ട്, അയ്യോ ഡിഫൻസ് പൊട്ടി. അതാ പോണു ടൈഫ് ഗൈസ്. ഇനി ആ നമ്മുടെ ഒലിവർഖാൻ അതാ ഗോള് ഗൈസ്. അതാണ് ഇവന്മാര് കറക്റ്റ് ടൈമിൽ സ്റ്റണ്ണിങ് അടിച്ചു.
84 മിനിറ്റിന് അവന്മാർ കംബാക്ക് അടിച്ചല്ലോ ഗൈസ്. ഇത്രയും നേരം നമ്മൾ പിടിച്ചിരുന്നത്. പക്ഷേ ഗൈസ് അത് ആ കറക്റ്റ് ടൈമിൽ അടിച്ചായിരുന്നെങ്കിൽ. പക്ഷെ റൊണാൾഡോനെ അതായത് നല്ല കാർഡാട്ടോ ഗൈസ്, 2 കാർഡും കുഴപ്പമൊന്നുമില്ല. പിന്നെ എപ്പിക്ക് കുറച്ചുകൂടി നല്ലതാണെന്ന് കേൾക്കുന്നുണ്ട്, പക്ഷെ നല്ല കിടിലൻ കാർഡ്, 2 അടിപൊളി കാർഡാണ്. പിന്നെ ജെറാഡ് മച്ചമാരുടെ 87. ഇനി അതാ ഇവന്മാര് ബാറ്റിന് ഇറക്കിയിട്ട് കളി. ജെറാഡ്, ഗ്രീസ്മാൻ, ഒരു ചാൻസ് ഉണ്ട്. ഡെന്നിസ്ലോ, നമ്മുടെ കിമ്മിച്ച്, അത് അവന്മാരവിടെ ആൻഡേഴ്സൺ വെച്ചിട്ടുണ്ട്. ഡെന്നിസ്ലോ ഓക്കെ കിട്ടിയിട്ടുണ്ട്. അയ്യോ പോയി. ആ ജെറാഡ് അടിച്ചോ. എടാ അതൊക്കെ എന്ത്. ആ കൈസ് അപ്പൊ എന്തായാലും അടിച്ചിട്ടുണ്ട്, ഗോളാസ് ഇട്ടിട്ടുണ്ട് മച്ചമാരെ. എന്റെ പൊട്ടി കൈസ് അത് ഇക്കനോട് അടിച്ചേ. എന്റെ പൊട്ടി കൈസ് ഇതാണ് നമ്മുടെ മാനേജറിന്റെ ഒപ്പമുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കൈസ്. അതാ എന്നാലും അങ്ങനെ ഇരിക്കുന്നൊക്കെ സ്റ്റൈല് വെറൈറ്റി ആയിട്ടുണ്ട്. എന്റെ പൊന്നു കൈസ് അതില്ലേ, സത്യം പറഞ്ഞ ഗോളിന്റെ ഇടയിൽ കൂടെ പോയിട്ട് പോസ്റ്റ് തട്ടി. പൊളിച്ചു മച്ചാമാരുടെ. എനിക്കൊന്ന് ഒപ്പോണന്റ് പോകുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ഞാൻ അടുപ്പിച്ച് ഡിവിഷൻ 3 കളി കളിച്ചപ്പോഴും 3 നമ്മള് ലാസ്റ്റ് ടൈം ഇതുപോലെ ഒപ്പോണന്റ് പോയിട്ടുണ്ട്. കഴിഞ്ഞൊരു കളി ഞാൻ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഇട്ടില്ല, നോമിനേഷൻ റൊഡ്രി അല്ല, അത് ഇട്ടിട്ടുണ്ട്. അപ്പൊ കൈസ് എന്തായാലും ആയിരിക്കും തോന്നാ നമ്മുടെ നെറ്റ്വർക്ക് ഒക്കെ ഫുള്ളാ കൈസ്. അത് ഞാൻ നോക്കിയേ, കാരണം ഇതായതുകൊണ്ടേ മച്ചാമാരെ നോക്കട്ടാ പോയി തോന്നുന്നു. ഗൈസ് അപ്പൊ എന്തായാലും നമ്മൾ ജയിച്ചിട്ടുണ്ട് ഈ ഒരു ഡിവിഷൻ മാച്ചിൽ ഗൈസ്. അപ്പൊ എന്തായാലും ഒരു നല്ല മാച്ച് ആയിരുന്നു. നമ്മുടെ റൊണാൾഡോന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കാർഡ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുള്ളതൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ ഓൾറെഡി നമ്മുടെ പ്ലെയർ ഓഫ് ദ ഡേയും കാര്യങ്ങളൊക്കെ നല്ല കാർഡുകളോളം വരുന്നുണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് നമ്മുടെ മെയിൻ ചാനൽ ലൈവിലൊക്കെ ആയിട്ടും അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ ബൈ ഗൈസ്.